CPM-ൽ തന്നെ ഉള്ള ഒരുപാട് ആളുകൾക്ക് ഇതിനോട് വളരെ അമർഷമുണ്ട്. അമർഷമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ലെറ്ററുകൾ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഉള്ളടക്കമൊന്നും ഞാൻ പറയുന്നില്ല. പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയൊക്കെ സമ്മതിക്കുന്നിടത്തോളമുള്ള കാര്യങ്ങളാണ് ഈ എഴുതി വരുന്നത്. കാണുമ്പോൾ നമുക്ക് വളരെ സങ്കടമുണ്ട്. കാരണം നമ്മുടെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ ഇതുപോലുള്ള അലിഗേഷൻസ്, ആരോപണങ്ങൾ പിടിച്ചു വെക്കുന്നല്ലോ. എന്നിട്ട് ആരോപണങ്ങൾ വരുമ്പോൾ അത് അന്വേഷിക്കാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ചെയ്യും. അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി ബാക്കി അതിനെ പുറത്തോട്ട് അത് കമ്പനി ശ്രീമതി വീണ തൈക്കണ്ടിയിൽ കമ്പനി തുടങ്ങിയ എങ്ങനെയാണെന്നോ അതൊന്നും അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ അദ്ദേഹം അവരും ഒക്കെ പറയുന്നതൊക്കെ ശരിയായിട്ട് ആളുകൾ ധരിച്ചോട്ടെ. കാരണം എന്തെങ്കിലും ഒരു കാര്യം പറയണമല്ലോ, പറഞ്ഞോട്ടെ. അപ്പോൾ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. നമുക്കൊക്കെ നാണക്കേടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അതാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് അത്ര പെട്ടെന്ന് ഊരിപ്പോകാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ ജനങ്ങളുടെ അടുത്ത് പറഞ്ഞ ജനങ്ങളെ എന്ത് പറഞ്ഞാൽ പറ്റിക്കാൻ വയ്യാത്തതെന്നൊരു സിനിമയെ ചോദിക്കുന്നത് കേട്ട്. ആ ജനങ്ങളെ എന്ത് പറഞ്ഞാൽ പറ്റിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളെ ഈ പറ്റിക്കപ്പെടാനായിട്ട് നിൽക്കുന്ന ജനങ്ങളുണ്ട്. അവരെ എന്ത് പറഞ്ഞു വേണമെങ്കിലും പറ്റിക്കാം. ആ രീതിയിലേക്കും ഇപ്പോൾ ഒരു പുതിയ കഥ അങ്ങ് മെനഞ്ഞെടുക്കും. ഞങ്ങളെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നും പറഞ്ഞാണ് ആ രീതിയിലാണ് ഇനി പോകുന്നത് കേട്ടോ. ഇതെല്ലാം അത് മറ്റവർ ചെയ്യുന്നതാണ്, ഇവർ ചെയ്യുന്നതാണ്, രാഷ്ട്രീയ പകപോക്കലാണ് ഇത്. ഏതായാലും ഇവിടെ എന്തോ പകപോക്കലെന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെ പേരെഴുതി വന്നു. ഈ പേരെഴുതി വന്നേക്കുന്ന ആളുകളെല്ലാം ബുദ്ധിമുട്ടിലാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ശരിയായ രീതിയിൽ നടപടിയെടുത്താൽ അത് ബാക്കി ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഇത്തരത്തോളം ഇത് പലപ്പോഴും കള്ളപ്പണം വെളുപ്പിക്കാനൊക്കെ ഉള്ള മാർഗമായിട്ട് മാറിയിട്ടുണ്ട്. ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. അതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തുന്നതാണ്. ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ സീരിയസ് ഫ്രോഡ് അന്വേഷിക്കുന്ന ഏജൻസി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവരത് നല്ല രീതിയിൽ അവർ അന്വേഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും. അവർ ആദ്യം CMRL പോയി, ഇനി രണ്ടാമത് KSIDC വന്നു, ഇനി മൂന്നാമത് പോകേണ്ടത് എക്സാലോജിക്ക്, അതായത് ശ്രീമതി വീണ തൈക്കണ്ടിയിലേക്കാണ്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒതുക്കി വെക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഹൈക്കോടതി സമയോചിതമായിട്ട് അതിനകത്തൊരു ഒരു തീരുമാനം എടുത്തു. കാരണം നിങ്ങൾ ഭയക്കേണ്ട കാര്യം എന്താ, അന്വേഷണം തടസ്സപ്പെടുത്താൻ ഒക്കത്തില്ല. അത് അന്വേഷിക്കല്ലേ, അവർ അന്വേഷിക്കട്ടെ. അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കൈകൾ ശുദ്ധമാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? കൈകളെല്ലാം ശുദ്ധമല്ലേ, അപ്പോൾ പിന്നെ പ്രശ്നമില്ല, അന്വേഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ. ഇനി വേറെ ഏതൊക്കെ വെട്ടിപ്പൊക്കെ ഉണ്ടായി എന്നുള്ളത് പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇപ്പം ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ശ്രീമതി വീണ തൈക്കണ്ടിയിലേക്ക് അന്വേഷണം നീളും എന്ന് അവർക്ക് രണ്ട് കമ്പനിയിലായി, അതായത് CMRL-ലായി, KSIDC-യിലും വന്നു. പിന്നെ ഇനി വരേണ്ടത് എക്സാലോജിക്കാണ്. ഇപ്പോൾ എക്സാലോജിക്ക് ഡോർമെൻ്റ് ആക്കി വെച്ചപ്പോൾ 1% കമ്പനി ആകുമ്പോൾ അതിന് മുഴുവൻ ഉത്തരവാദിത്വം ഉള്ളത് ശ്രീമതി വീണ തൈക്കണ്ടിയില്ല ആണ് പോകുന്നത്. ഇനി അവരെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഒന്നീ ക്ലിഫ് ഹൗസിലോട്ട് പോകണം. കാരണം നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോടൊപ്പം അവർ താമസിക്കുകയാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടായിട്ട് വരും. അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ മന്ത്രിമന്ദിരത്തിലേക്ക് വീണ്ടും അങ്ങോട്ട് ചെല്ലുണ്ടായിട്ട് വരും. ഇവിടെ ഏതെങ്കിലും മന്ത്രിമന്ദിരത്തിലേക്ക് ഏതായാലും ഇവർ കടന്നു ചെല്ലുക എന്ന് പറയുന്നതിന് വലിയ താമസമൊന്നുമില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ താമസം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ അന്വേഷണം അവിടെ അങ്ങ് വഴിക്ക് നിർത്താനായിട്ട് ഈ ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതായാലും നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കാര്യം ചെയ്തു. അത് ആദ്യമേ തന്നെ ചോദിച്ചു, നിങ്ങളെന്തിനീ അന്വേഷണത്തിന് ഭയക്കുന്നത്? നിങ്ങളുടെ കൈകളെല്ലാം ശുദ്ധമല്ലേ എല്ലാവരുടെയും? അപ്പം കൈകൾ ശുദ്ധമാണെങ്കിൽ പിന്നെ അന്വേഷണത്തിന് പേടിക്കുന്ന എന്തിനാ? അന്വേഷണം പക്ഷെ അന്വേഷണം പാടില്ല, കൈകൾ ശുദ്ധമാണ്, അവിടോട്ടൊന്നും അന്വേഷണം പാടില്ല എന്നുള്ള ആ ഒരിടപാടാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിന് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് KSIDC-യെ കൊണ്ട് ഇത് കൊടുപ്പിച്ചത്. കാരണം മറ്റവർക്ക് രണ്ടുപേർക്കും ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളത് വെളിയിലായി. കാരണം എക്സാലോജിക്കിനും ഇല്ല, CMRL-നും ഇല്ല. CMRL വലിയ കള്ളത്തരം കാണിച്ചാണ് ഈ പുറത്ത് വന്നത്, ഈ കാര്യം വെളിയിലോട്ട് വന്നത്. എക്സാലോജിക്കാണെങ്കിൽ ഇതുപോലെ കിക്ക് ബാക്ക് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്നു, മാസാമാസം അത് നല്ല രീതിയിൽ കൈപ്പറ്റിക്കൊണ്ടിരുന്നതിൻ്റെ തെളിവ് പുറത്തു വന്നു. അതാ കമ്പനിയുടെ കഴിവോ അല്ലെങ്കിൽ ശ്രീമതി വീണ തൈക്കണ്ടിയുടെ കഴിവായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ എക്സാലോജിക്ക് പോലുള്ള ഇങ്ങനെയുള്ള ഒരു കമ്പനിയെ പിടിച്ച് ഇതുപോലുള്ള ഈ പണം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം അത് ആർക്കെങ്കിലും പണം കൊടുത്താൽ മതി, കാര്യം തീർന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ മതിയല്ലോ. ഒന്നിച്ചൊരു വലിയ എമൗണ്ട് കൊടുത്തു ആദ്യം, അത് കഴിഞ്ഞിട്ട് ബാക്കി
ഇതുപോലെ മാസാമാസം ഇതുപോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നിച്ച് കൊടുത്തത് PVക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അത് ആ രീതിയിലാണ്. അപ്പോൾ ഈ അന്വേഷണം തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് എല്ലാവർക്കും അറിയാം. ഈ അന്വേഷണം ശ്രീമതി വീണ തൈക്കണ്ടിയിലേക്കും മുഖ്യമന്ത്രിയിലേക്കും നീളാതിരിക്കാനുള്ള ഒരു വലിയ തത്രപ്പാടായിരുന്നു ഇവിടെ കാണിച്ചത് ഈ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിനും ഇനിയും വീണ്ടും വെച്ചിട്ടുണ്ട്. ആ കേസ് തീർന്നിട്ടില്ല. ആ അഭിഭാഷകൻ ഇനി ഹാജരാകുമ്പോഴും ഈ 25 ലക്ഷം രൂപ വീതം പൊതുജനങ്ങൾ കൊടുക്കണം. അത് കൊടുത്തോട്ടെ. കാരണം ഇവരെയൊക്കെ ഭരിക്കാനായിട്ട് തിരഞ്ഞെടുത്ത് മൃഗീയ ഭൂരിപക്ഷം കൊടുത്ത ജനങ്ങൾ ഇവിടെ ഉള്ളവന്മാരല്ലേ. ഇവരൊക്കെ അനുഭവിക്കട്ടെ, കൊടുക്കട്ടെ പണം. എൻ്റെതും പോവും ശകലം, സാരമില്ല, പൊക്കോട്ടെ. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം.